ഇന്ന് തകണ് രാവിലെ തന്നെ തലയൊക്കെ ചൊറിഞ്ഞിട്ടാണല്ലോ ഒരു നിപ്പ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ലേ. അപ്പോൾ ഇതിൽ വലിയൊരു കഥ തന്നെ അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏതൊരു വീട്ടമ്മമാർക്കും താങ്ങാവുന്നതിലപ്പുറമൊക്കെ ഈ ഒരു കാര്യം നടന്നിട്ടുണ്ടാകുക. അപ്പോൾ എന്താ എങ്ങനെയെന്നൊക്കെ ഇങ്ങനെ അറിയാനുള്ളൊരു ആകാംക്ഷയിലേക്കാരില്ല നിങ്ങൾ ഇന്ന് അങ്ങോട്ട് പോന്നോളിട്ടോ, ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരുന്നുണ്ട്. അപ്പോൾ ഇതാക്കണ രാവിലെ തന്നെ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്. ഇനിയിപ്പോൾ എന്ത് കാട്ടും എന്നുള്ളൊരവസ്ഥയിലാണ് ഞാൻ നീങ്ങിക്കൊണ്ടിരിക്കണേ. സംഗതി എന്താ ചോദിച്ചാൽ ചോറിനെ കണ്ട് വെള്ളം വെച്ച് നല്ല ഉഷാറാക്കിയാണ് ചായയും കാച്ചി വെച്ചിക്കണ്. മീൻകാരൻ വന്നപ്പോൾ മീനും വാങ്ങി വെച്ചിക്കണ്. പിന്നെയാണ് ഒരവസ്ഥ വന്ന് പോയത് കേട്ടോ. തുള്ളി വെള്ളമല്ല, നമ്മളെ പൈപ്പിൽ ടാങ്കിൽ ഇതാക്കേണ്ട ഒരു തുള്ളി വെള്ളമല്ല കേട്ടോ. ഇന്നപ്പം ഇങ്ങനെ കഷ്ടപ്പാട് പറയണം, ഒന്നങ്ങോട്ട് ടാങ്കിൽ വെള്ളം അടിച്ചുകൂടേ നിങ്ങൾ ചോദിക്കുന്നുണ്ടാവില്ലേ. അപ്പോൾ രാവിലെ ഒരു 6:30 പോയതാണ് കറണ്ട്. അതാണ് വലിയൊരവസ്ഥ കേട്ടോ. അവസ്ഥാന്തരം പറയുകയാണെങ്കിൽ അതാണ് ഏറ്റവും ഭ്രാന്ത് പിടിച്ചൊരു കാര്യം എന്താ വെച്ചാൽ രാവിലെ കറണ്ട് പോകുക എന്നുള്ളതാണല്ലേ. പിന്നെ ഉള്ളത് രാത്രിയാകുമ്പോൾ കറണ്ട് പോകുക, ഇല്ല ആകപ്പാടെ ഒരു ഭ്രാന്ത് അറിയണത് അതാണല്ലേ. ഇനിയിപ്പോൾ ഒരു രക്ഷയില്ല, ഇത് തന്നെയാണ് ഒരു മാർഗ്ഗമുള്ളൂ. അപ്പോൾ രാവിലെ അല്ല എല്ലാവർക്കും ഇതാകണം, ചായയും കടിയും ഒക്കെ വേണമല്ലോ. പിന്നെ എന്താ സ്കൂൾക്ക് പോകണ കുട്ടികളല്ലേ, കുളിയും ദേവാരം അതൊക്കെ കഴിയണം. ഒരു തുള്ളി വെള്ളമല്ലായിരുന്നു, ഒരു തുള്ളി വെള്ളമല്ല കേട്ടോ. കറണ്ടാണെങ്കിൽ പോയിട്ട് വന്നിട്ടുമില്ല. 8 മണി വരെ ഞാൻ കാത്തു നിന്നിക്കണ്. പിന്നെ ഇതാക്കണം 2 ബക്കറ്റ് ആയിട്ട് ഇതാക്കണം നമ്മളെ അയലോക്കത്തേക്ക് അങ്ങോട്ട് പോന്നിക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ കിണറ്റിൽ നോക്കിയപ്പോൾ കപ്പിയും കയറില്ല. പിന്നെ ഞാൻ വിചാരിച്ചു എന്ത് വന്നാലും വേണ്ടില്ല, നമ്മളിതാ പൈപ്പിൽ നിന്ന് വെള്ളം എടുക്കട്ടെ എന്ന്. അപ്പോൾ വേഗം പൈപ്പിൽ നിന്ന് വെള്ളം എടുത്തിട്ട് പോട്ടെ വെച്ചിട്ടാണ് കേട്ടോ. ഇവിടെയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ടൊന്നും ആരും കാണാനുമില്ല, ഗേറ്റൊക്കെ തുറന്നിട്ടിക്കണ്. എന്താണെങ്കിലും വേണ്ടില്ല 2-3-4 ബക്കറ്റ് വെള്ളം എടുത്തിട്ട് തന്നെ ഉള്ളൂ ബാക്കി കാര്യം എന്ന് വിചാരിച്ചു ഞാൻ. അങ്ങനെ ഇതാക്കണം. ഒരു ബക്കറ്റ് ആദ്യം ഒന്ന് കൊണ്ട് വെച്ചിട്ട് ഓക്ക് കുളിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പരീക്ഷക്കാർക്കൊക്കെ പോകണമല്ലോ. അപ്പോൾ അങ്ങ് ഓക്ക് വേഗം വെള്ളം വെച്ച് കൊണ്ട് കൊടുത്ത് ഞാൻ. പിന്നെ ബക്കറ്റ് എടുത്ത് തിരിച്ച് വന്നപ്പോഴാണ് കറണ്ട് വന്നിക്കണെന്ന് പറഞ്ഞത്. പിന്നെ 1/2 ബക്കറ്റായിട്ടാണ് പോകുന്നത് കേട്ടോ. കുറേ വെള്ളം താങ്ങി പിടിച്ച് പോകണ്ടല്ലോ വെച്ചിട്ടാണ്. അപ്പോൾ എന്ന് പണ്ടോ നമ്മളിതാ കുടത്തിലൊക്കെ വെള്ളം മുക്കലും കാര്യങ്ങളൊക്കെ നിർത്തി വെച്ചതാണ് കേട്ടോ. നമ്മൾ കിണറൊക്കെ കുത്തി കഴിഞ്ഞേരം ഇതാക്കണ് നമ്മൾ വെള്ളം കൊണ്ടുവരലും കാര്യങ്ങളൊന്നുമില്ല, പൈപ്പത്തെ വെള്ളം തന്നെയാണ് എടുക്കണത്. അങ്ങനെ ഏതായാലും കറണ്ട് ഇതാക്കണ് വന്നിക്കണം കേട്ടോ. ഇനിയിപ്പോൾ ചായക്കടി ഉണ്ടാക്കിയിട്ടൊന്നും വലിയ കാര്യമില്ലല്ലേ. ഇന്നലെ അന്തിക്ക് ഇതാക്കണം പച്ചരി വെള്ളത്തിലിട്ടാണ്. ഇനിയിപ്പോൾ ആർക്കും വേണ്ടിയിട്ടാണ് ഞാൻ അത് ഉണ്ടാക്കണേ. ഏതായാലും കഴുകി നല്ല ഉഷാറായിട്ടാണ് കഴുകിയാണ് ഫ്രിഡ്ജിൽ കൊണ്ടുപോയിക്കട്ടെ. നാളെ രാവിലെ അങ്ങോട്ട് എടുക്കാലത്. അതിനുള്ള ഭാഗ്യമാണ് ഈ ഒരു പച്ചരിക്കുള്ളൂ. അപ്പോൾ പച്ചരി കൊണ്ട് നല്ല ഉഷാറായിട്ട് ഓട്ടടയൊക്കെ ചൂടണം എന്നൊക്കെ ചിന്തിച്ചാണ് വീഡിയോ ഒക്കെ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് വെള്ളത്തിലൊക്കെ ഇട്ട്. പക്ഷേ രാവിലെ തന്നെ ഒരു 6:30 മണിയായപ്പോൾ പിന്നെയും പോയി കറണ്ട്. അതാ പോയി. അതാണ് ഞാൻ പറഞ്ഞത്, എന്തൊക്കെയോ ഒരു ബാധ കൂടി ചേരാട്ടോ കറണ്ടിന്. മൊത്തത്തിൽ ഇതാക്കണ ഈ നല്ല വേനലും കാര്യങ്ങളാണല്ലോ. അപ്പോൾ പവർ കട്ടും കാര്യങ്ങളൊന്നും ഇല്ല, എന്നാലും ഇടക്കും തലക്കും ഇങ്ങനെ വന്നും പോയോണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏതായാലും ഞാനതും കൊണ്ട് വെച്ചിക്കണം. ഇനിയിപ്പോൾ അടുത്ത പണി നോക്കട്ടെ എന്ന്. ഇപ്പോൾ വെള്ളത്തിന് പോയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ട് കറണ്ട് വരികയാണെങ്കിൽ അപ്പം തന്നെ ഇട്ടുകൊണ്ട് കേട്ടോ മോട്ടറിൽ നിന്ന്. അപ്പോൾ ഞാൻ പെരേന്ന് ഇറങ്ങിയ പാടെ കറണ്ടും വന്ന് മക്കൾ ഇതാ കുറച്ച് നേരം ഒന്ന് വെള്ളം അടിച്ചപ്പോൾ അതിന് പിന്നെയും പോയി പിന്നെയും വന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുകയാണ്. ഇടക്കും തലക്കും ഇതൊരു കളിയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ നമുക്ക് ഫോണിലും കൂടി ചാർജ് ഇല്ല എന്നും പറഞ്ഞാണ്ടല്ലോ ആകപ്പാട് ഒരു അന്തേക്കാരല്ലേ. ഇപ്പോൾ ആകപ്പാടൊരു സമാധാനം എന്ന് പറയുന്നത് ഫോണാണ്. പിന്നെ ഇതാക്കണ കറണ്ടും ഇല്ല വെള്ളവും ഇല്ല, ഒക്കെപ്പാടെ രാവിലെ തന്നെ ഒരു കുഴഞ്ഞ് മറിഞ്ഞ ഒരവസ്ഥയായിരുന്നു കേട്ടോ. ഭയങ്കര ഒരു ഗതികേടായിരുന്നു. രാവിലെ തന്നെ വെള്ളമില്ല എന്നൊക്കെ പറയുമ്പോൾ എന്തോ ഒരു ബുദ്ധിമുട്ടാല്ലേ. കറണ്ട് ഇല്ല എന്ന് പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കറണ്ട് ഉണ്ടായിട്ടാണ് അപ്പോൾ നമുക്ക് വെള്ളം അടിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇതാക്കണ കരച്ചിലാ വരുന്നേ ദേഷ്യ വരുന്നേ ഒന്നും പറയാൻ പറ്റൂല കേട്ടോ. കാരണം മക്കൾക്കൊക്കെ ഇതാക്കണ ഈ പരീക്ഷയൊക്കെ അല്ല നേരത്തെ കാലത്ത് എല്ലാവർക്കും മോനം കേട്ടോ. അപ്പോൾ 10ാം ക്ലാസ്സുകാർക്ക് ഏതായാലും പരീക്ഷയല്ലേ, ഓൾ ഇവിടെ ഉണ്ട്, ഓളോട് ഞാൻ വെള്ളം അടിച്ചുകൊണ്ട് കിട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് വെള്ളത്തിന് പോയത്. അപ്പോൾ ഏതായാലും കറണ്ട് വന്നു കേട്ടോ. ഇപ്പോൾ ഏതൊരു സമാധാനം ഉണ്ട്. വേഗം വെള്ളമൊക്കെ അടിച്ച് ടാങ്ക് അങ്ങോട്ട് നിറഞ്ഞ് ചിന്തിയപ്പോൾ ഒരു സമാധാനം. എവിടെയോ എന്തൊക്കെയോ ഒരു മഴ പെയ്തത് ഓർമ്മമായിരിക്കും. അപ്പോൾ രാവിലത്തെ ഒരു കഥ അറിയാണ്. ഈ കറണ്ടും വെളിച്ചും വെള്ളം വർഗ്ഗമൊന്നും ഇല്ലെങ്കിൽ ഇതാക്കണേ നമ്മളെ കാര്യം പുകയാണ് കേട്ടോ. പിന്നെ വന്ന് കഴിഞ്ഞാൽ പിന്നെ ഇന്ന് കുളിയും തേവാരും കഴിഞ്ഞിട്ടില്ല, അത് വേറെ കാര്യമുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നലെ രാത്രിയേ പുഴയ്ക്ക് പോയോണ്ട് ഇതാ തിരുമ്പാനൊന്നും ഇല്ലേന്ന് വേഗം ഇവിടുന്ന് കുളിക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് നിന്നത്. പക്ഷെ വെള്ളമില്ലാതെ വന്നിട്ട് പിന്നെ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ചോറും കൂട്ടാനൊക്കെ വെച്ച് മക്കളെയൊക്കെ പറഞ്ഞ് ചാക്കം പോലെ അങ്ങോട്ട് കുളിക്കാന്നുള്ളത്. അപ്പം ഇല്ല വെള്ളം കൊണ്ട് ഞാൻ കുളിച്ചാൽ പിന്നെ ഓൾക്ക് കുളിക്കാൻ വെള്ളം ഉണ്ടാവില്ലല്ലോ വെച്ചിട്ടേന്ന് നിന്നത്. നമ്മളിപ്പോൾ കെട്ടി ഒരുക്കിയിട്ട് മാറ്റി അങ്ങോട്ടും പോകണില്ലല്ലോ, അതിൻ്റെ ഉള്ളിൽ കൂടെ മുട്ടി തിരിഞ്ഞ് നടക്കാനല്ലേ. അപ്പോൾ എല്ലാവരും പോകണവർക്ക് ധൃതിപ്പെട്ടവർക്കൊക്കെ വേഗം ആയിക്കോട്ടെ വെച്ചിട്ടാണ് ഞാൻ. അപ്പോൾ ഞാൻ വേഗം ചോറിന് ഇതാ പിന്നെയും തീ പിടിപ്പിച്ചേരുന്നുണ്ട്. നല്ല ഉഷാറായിട്ട് തിളച്ച് വന്നതായിരുന്നു. പിന്നെ ഞാൻ അരി കഴുകാൻ വെള്ളമല്ലല്ലോ വിചാരിച്ചിട്ട് അത് കെടുത്തി വെച്ചതായിരുന്നു. പിന്നെ ഇതാക്കണം ഞാൻ വേഗം ഒന്ന് വറുകൊക്കെ ഇട്ട് തീയൊക്കെ പിടിപ്പിച്ച് വേഗം അരി ഇടട്ടേന്ന് വിചാരിച്ച്. പിന്നെ അതാ ഒരു ബക്കറ്റ് വെള്ളം അവിടെ കൊണ്ടുവന്ന് വെച്ച് കേട്ടോ. നല്ല കിണറ്റിലെ വെള്ളമല്ലേ, അപ്പോൾ കുടിക്കാൻ നല്ല ടേസ്റ്റ് ആയി. കാരണം നമുക്ക് ഇതാകണ കുഴൽ കിണറിലെ വെള്ളമാണ് ഇട്ടുള്ളത്. അപ്പോൾ പച്ചവെള്ളം കുടിക്കാനൊന്നും രസമല്ല.
ഇപ്പം ഏതായാലും പച്ചവെള്ളം കുടിക്കാനും പറ്റൂല, മഞ്ഞപ്പിത്തൊക്കെ നല്ല ഉഷാറായിട്ട് അത് അവിടെ ഇവിടെയൊക്കെയാണ് പടർന്ന് കയറുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ പച്ചവെള്ളം കുടിക്കലുമില്ല കേട്ടോ. എന്നാലും ഞാൻ ചായ കാച്ചാനൊക്കെ ഈ ഒരു കിണറ്റിലെ വെള്ളമൊക്കെ നല്ല ഉഷാറാണ് കേട്ടോ. നല്ല രസമാണ് ചായ കാച്ചിയാലും പച്ചവെള്ളം കുടിച്ചാലും ഒക്കെ നല്ല രസമാണ്. നമ്മളെ വെള്ളം അങ്ങനെ ഒരു രസമില്ല കേട്ടോ. കുഴൽ കിണറിലായതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഇതാക്കണ ഒരു ഇരുമ്പിൻ്റെ ചോയ ഉണ്ടായാലുണ്ട്. ഒന്നും ഒരു രുചിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു വെള്ളമാണ് കേട്ടോ നമ്മളെ കുഴൽ കിണറിലെ വെള്ളം. അപ്പോൾ ഏതായാലും ഒരു സമാധാനമായി. ഒരു 8-9 മണി വരെ ഒരു തഞ്ചപ്പുറപ്പാടായിരുന്നു, ഭയങ്കര ഒരു ഗതികേടായിരുന്നു കേട്ടോ. വെള്ളമില്ല, കറണ്ടും ഇല്ല, ഇനിയിപ്പോൾ എന്താ കാട്ടുക എന്നുള്ളൊരവസ്ഥയാണ്. അങ്ങനെ വെള്ളം കറണ്ടൊക്കെ ഒന്ന് വന്നപ്പോൾ വേഗം ചോറിനൊക്കെ അരിയിട്ട് ഇനിയിപ്പോൾ കൂട്ടാൻ എന്താന്ന് നോക്കി ഇങ്ങനെ കണ്ട കറുത്തമ്മക്ക് നോക്കിയാണ്ട് ഇതാ ഒന്ന് കുത്തിച്ചടിച്ചിട്ടേക്കണം കേട്ടോ. പിന്നെ ഇതാക്കണ വായക്കുണ്ട്, അത് പിന്നെ സുലഭമാണല്ലോ ഇവിടെ നമ്മളെ വായലൊക്കെ ഇതാക്കണ ഇടക്കും തലക്കും ഇതാ വായക്കൊല ഇങ്ങനെ പൊട്ടി വീഴുന്നുണ്ട്. വെള്ളവും കാര്യങ്ങളും ഉഷാറായിട്ടൊന്നും ചെല്ലായിട്ടേക്കാരം. അപ്പോൾ അവിടുന്ന് ഇതാക്കണം ഓരോ കൊല്ലം ഇങ്ങനെ വെട്ടിക്കൊണ്ടുവരണം. ഇതിവിടെ കറി വെച്ചും കൂട്ടാൻ വെച്ചും ഉപ്പേരി വെച്ചും പറഞ്ഞായിരിക്കും ഇതൊക്കെ തന്നെയാണ് ഒരാഴ്ചയായിട്ട് നമുക്ക് വായിക്കുക തന്നെയാണ് കേട്ടോ. അവർക്ക് തിന്ന് അടുത്ത് പറഞ്ഞില്ലേ, കുറേ നമ്മൾ തിന്നുമ്പോൾ പിന്നെ എല്ലാവർക്കും കൊണ്ട് കൊടുക്കൽ തുടങ്ങും. അപ്പോൾ ഇന്ന് ഏതായാലും ഞാൻ ഇങ്ങനെ ഒരു കറി വെക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. ഒരു കറുത്തയും കുത്തിയിട്ടിരിക്കണം, പിന്നെ ഇതാക്കണം വായിക്കും ഒരു തേങ്ങയൊക്കെ അരച്ചിട്ട് അങ്ങനെ ഒരു കൂട്ടാൻ വെക്കാൻ വിചാരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ മീനും ഉണ്ടല്ലോ, അപ്പോൾ മീനാണെങ്കിൽ സൂപ്പറായിട്ട് ഇങ്ങോട്ട് പൊരിക്കാമെന്ന് വിചാരിച്ചിട്ട് എന്നും മൂപ്പര് പറയിട്ട് എന്നും എനിക്ക് മുളകും പൊടി കൊണ്ട് കുത്തി ചലിച്ചില്ല ഒരു കറിയാണുള്ളത്, ഇജ്ജ് ഒരു മഞ്ഞക്കറി ഉണ്ടാക്കില്ല, പച്ചമുളക് ഇട്ട ഒരു കറി ഉണ്ടാക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്നും ഇവിടെ കച്ചറയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നിപ്പോൾ ഒരു മഞ്ഞക്കറി അങ്ങോട്ട് വെക്കാമെന്നുള്ളത്. അതിൻ്റെ ഇടയിലാണ് ഉണ്ണിമോള് പീടിയെ പോയാണ്ട് ഇതാക്കണം നൂഡിൽസ് വാങ്ങിക്കൊടുത്തിക്കണം കേട്ടോ. ഒന്നും പൊതുവേ ചായക്ക് കടി ഉണ്ടാക്കിയിട്ടില്ല, 1-2 ഒപ്പം ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ പൊടി ഉണ്ടായിരുന്നു അവിടെ, പത്തിരിപ്പൊടി ഉണ്ടായിരുന്നു, അതിനോട് ഇതാക്കണം 1-2 ഒപ്പം ഉണ്ടാക്കി. ഓൽക്കൊക്കെ ചായ എടുത്ത് ഓലൊക്കെയാണ് പറഞ്ഞേച്ച്. പിന്നല്ല ഞങ്ങൾക്കിപ്പോൾ എന്തായാലും കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ അത് നൂഡിൽസ് ഉണ്ടാക്കുന്ന പണിയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഞങ്ങൾ രണ്ടാളും ഒരു നൂഡിൽസ് സീറ്റ് ഉണ്ട് ഇവിടെ, ഭയങ്കരമായിട്ട് നല്ല പൈപ്പും ഉണ്ട് കേട്ടോ. രാവിലെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി കഴിച്ചതല്ലേ, അപ്പം നല്ല പൈപ്പും ഉണ്ട്. ഇതൊന്ന് വേഗം ഉണ്ടാക്കട്ടെ വെച്ചിട്ടാണ്. പിന്നെ ചോറ് നല്ല ഉഷാറായിട്ട് അങ്ങനെ വേഗമുണ്ട്. പിന്നെ കറിക്കും നന്നാക്കിയതല്ലേ, കറി ഉണ്ട് അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് മഞ്ഞളും കുറച്ച് ഉപ്പൊക്കെ ഇട്ടാണ്ട് ഒന്ന് ഒരു 4-5 പച്ചമുളകും അങ്ങോട്ട് കീറിയിട്ടിരിക്കണം കേട്ടോ. എരിവിന് അവിടെ കടന്നോട്ടെ, മഞ്ഞക്കറിയല്ലേ വേണ്ടി ആവശ്യത്തിന് മഞ്ഞക്കറി ആയിക്കോട്ടെ വിചാരിച്ചാണ്ട് കുറച്ച് തോനെ മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടാണ്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ചോറ് വെന്തിപ്പോൾ വേഗം ആ ഒരു അടുപ്പത്ത് തന്നെ വിറകടുപ്പത്ത് തന്നെ അങ്ങോട്ട് വെച്ചേക്കണം കറി. ഇനിയിപ്പോൾ നൂഡിൽസ് വെന്തിട്ട് വേണം അടുത്ത പണി നോക്കാനായിട്ട്. ഇനിയിപ്പോൾ അവിടെ അങ്ങനെ നോക്കി നിന്നിട്ട് കാര്യമില്ലല്ലോ, വേഗം പാത്രം കഴുകട്ടെ കേട്ടോ. അപ്പോൾ ഒരു ദിവസമൊക്കെ അതാ വെള്ളമൊന്നും ഇല്ലെങ്കിൽ എന്താ വില വെള്ളത്തിൻ്റെ, ഒരു ഗ്ലാസ് വെള്ളത്തിന് തന്നെ പെരും വിലയിക്കാരം. അല്ലെങ്കിൽ നമുക്ക് ഒരു വെള്ളത്തിന് തന്നെ വില ഉണ്ടാവില്ല കേട്ടോ. കുളിക്കാനും പല്ലേക്കാനും പറഞ്ഞിട്ടൊക്കെ എത്ര വെള്ളമാണ് എടുത്തേക്കണത് അറിയോ, ഇങ്ങനെ വെറുതെ ചിന്തി പോണതറിയോ. അപ്പോൾ ഇങ്ങനെ കറണ്ടും വെളിച്ചൊന്നും ഇല്ലെങ്കിൽ ടാങ്കിൽ വെള്ളമൊന്നും ഇല്ലെങ്കിൽ എന്തോരം ചിലവാണ് വെള്ളത്തിനില്ലേ. അപ്പോൾ എവിടേക്കൊക്കെ വെള്ളം കൊണ്ട് പോരണം. പണ്ട് നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ കെട്ടിച്ച് കൊടുന്നു കഴിഞ്ഞാലൊക്കെ നല്ലോണം വെള്ളം മുക്കിക്കണം കേട്ടോ. നല്ല ഉസാറായിട്ട് കുഞ്ഞു കപ്പിൽ വരെ വെള്ളം മുക്കി വെച്ചിരിക്കണം. അത് അലാക്കിൻ്റെ ആ കിണറിന്നാണ് മുക്കിയത്. അപ്പോൾ ഇവിടെ മൊത്തത്തിൽ എല്ലാവർക്കും കൂടി എടുക്കാനായിട്ട് പഞ്ചായത്ത് കിണറല്ലേ, അതാണെങ്കിൽ ഭയങ്കര ആയാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വന്നേരാണ് അത്ര ആയല്ലേ കിണറും കാണുന്നത്. അപ്പോൾ നമ്മൾ അതിനും കുറേ വെള്ളം മുക്കിയതാണ്. അപ്പോൾ അതൊക്കെ പോട്ടെ, നമ്മളിത് കഴിഞ്ഞ് പോയത് ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇനിയിപ്പോൾ കൂട്ടാനൊക്കെ അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാലാണ് ഈ ഒരു നൂഡിൽസ് തീറ്റ ഉണ്ടായത് കേട്ടോ. അപ്പോൾ ഇതങ്ങോട്ട് പള്ളയിലാക്കണമല്ലോ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട്. അല്ലപ്പോൾ അത് കുപ്പിന്ന് വന്ന ഭൂതത്തിന് എന്തെങ്കിലും പള്ളയിലാക്കാനും കൊടുക്കണമല്ലോ. വെറുതെ പണി ഇങ്ങനെ എടുത്തോളൂ നിൽക്കുക കാര്യമില്ല, പള്ളയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അടുത്ത പണിക്ക് നീങ്ങുള്ളൂ. അപ്പോൾ ഇന്നിപ്പോൾ ചായക്കടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നൂഡിൽസ് തിന്നിട്ടുണ്ട് പള്ളർക്കാന്ന് വെച്ചിട്ടാണ്. പള്ളർക്കാൻ മാത്രമൊന്നുമില്ല, ഓള് ഇതാക്കണം കുറച്ച് തോനെ എടുത്ത് ഉമ്മക്ക് കുറച്ചട തന്നിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ മതിയില്ലേ, അപ്പോൾ ഇല്ലത് കൊണ്ട് ഓണം പോലെ കണ്ടിട്ട് അതിങ്ങോട്ട് തിന്ന് തീർക്കട്ടെ കേട്ടോ. നല്ല കട്ടൻ ചായ ഉണ്ട് അതിനൊപ്പം. അങ്ങനെ അതും തിന്ന് തീർത്തതിൻ്റെ ഇരിക്കട്ടെ എന്ന് വിചാരിക്കുകയല്ല, ഇങ്ങനെ ഇരിക്കാനേ നടക്കുള്ളൂ കേട്ടോ. മീൻ നന്നാക്കി ഇവിടെയാണ് കുത്തിരിക്കട്ടെ കുറച്ച് നേരം. അപ്പോൾ 5-8 മീൻ തന്നെ ഉള്ളൂ കേട്ടോ, 100 ഉറുപ്പ്യക്ക് വാങ്ങിയതാണ്. അതൊന്നും നന്നാക്കാൻ മാത്രമൊന്നുമില്ല, അതിൻ്റെ വാലൊക്കെ കളഞ്ഞ് പിന്നെ അതിൻ്റെ നെടുമ്പുറത്തൊരു മുള്ളു പോലുള്ള സംഭവം ഉണ്ട് കേട്ടോ, അതും കൂടിയാണ് കളഞ്ഞ്. പിന്നെ തലയും കൂടി കളഞ്ഞ ഇത്തിരി ചെളുക്കയും കാര്യങ്ങളൊന്നും ഇല്ല അതിന് മത്തീൻ്റെ അത്രയൊന്നും. അപ്പോൾ അങ്ങനത്തെ ഒരു മീനാണ് കേട്ടോ. ഇതിൻ്റെ പേരും വിവരം നാളൊന്നും എനിക്കറിയില്ല, ഇല്ലതേ കൊണ്ട് കിട്ടിയത് അങ്ങോട്ട് വാങ്ങിയെന്ന് മാത്രം. ഞാനിപ്പോൾ അതൊക്കെ കളഞ്ഞ് അപ്പോൾ ഇതിന് കോഴിക്കളൊരു ജാതൊക്കെ ഇങ്ങോട്ട് വന്നിക്കണം കേട്ടോ. അവിടെ കോഴിക്കളും ഉണ്ട്, കാക്കകളും ഉണ്ട്, ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് അതിൻ്റെ ഇപ്പുറത്തെ കൂടെ കേട്ടോ. അപ്പോൾ അതങ്ങനെ ഓൽക്കൊക്കെ ഇട്ട് കൊടുത്തിട്ട് വർത്താനൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുത്തിരിക്കാണ്. അങ്ങനെ ഇതാക്കണം അയലോക്കത്ത് താരയോ ഒന്ന് വർത്താനം പറയാനായിട്ട് കിട്ടിയിരിക്കണം കേട്ടോ. അപ്പോൾ ഇന്നലത്തെ വീഡിയോ ആയതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ആരാ വർത്താനം പറഞ്ഞതെന്ന് വല്ല കഥ അല്ല കേട്ടോ, അതപ്പോൾ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ആരോടോ ഒന്ന് വർത്താനമൊക്കെ പറഞ്ഞത് ആ ചിറിച്ചൊക്കെ അങ്ങനെ ഇരിക്കുകയാണ്. മീൻ നന്നൊക്കെ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ നടത്തുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഇതാ ഉണ്ണിമോളെ വിളിക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ക്യാമറ ഒന്ന് ഓഫാക്കുമോ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അപ്പോൾ കുറേ നേരം ലെങ്ത് ആവില്ല വീഡിയോ, അപ്പോൾ അതൊന്ന് ഓഫാക്കുമോ എന്ന് കുറേ നേരമായി വന്ന് വിളിക്കണ ഓളെ.
പിന്നെ ഇതാ മീൻ നന്നാക്കണ ഇടയിലൊന്നും നമുക്ക് ക്യാമറ പോയി ഓഫാക്കാൻ വെച്ചല്ലോ. അപ്പോൾ ഇതിന് മീനും ആവശ്യക്കാരെടുത്ത് കൊണ്ടുപോകില്ല. അത് ചേച്ചി ആർത്ത് വലിച്ചങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. ഓളാണെങ്കിൽ ടി വിൻ്റെ ഉള്ളിലായതുകൊണ്ട് ഒക്കെ ചെവി തന്നെ കേൾക്കണില്ല. അപ്പോൾ അത് 4 ഭാഗത്തിട്ട് കുത്തുക എന്ന് അറിയാനായിട്ടില്ല. അതിൻ്റെ ഇടയിൽ ഒരു കോഴി ആ ഒരു മീനിൻ്റെ തല കൊണ്ടുപോയി പാക്കറ്റിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയി അവിടെ ഇട്ട് കുത്തി തിന്നുന്നുണ്ട്. അപ്പോൾ അതിനെയും ചീത്ത പറഞ്ഞിട്ട് ആകപ്പാടെ ഒരു ബഹളമയം തന്നെയാണ് ആ ഒരു മീൻ നന്നാക്കല്. അങ്ങനെ ഇതാക്കണം. മീൻ നന്നാക്കിയൊക്കെ കഴിഞ്ഞിട്ട് വേഗം അതൊന്ന് മുളക് പുരട്ടി വെക്കട്ടെ, എന്നിട്ട് വേണം തേങ്ങ അരച്ച് പാരുക കറിക്ക്. അപ്പോൾ വേഗം ഒന്ന് മുളക് വരട്ടാൻ മാത്രം ഒന്നും ഇല്ല കേട്ടോ. ഇഞ്ചിയും അതേമാതിരിക്ക് തന്നെ വെളുത്തുള്ളിയും അതേമാതിരിക്ക് തന്നെ നമ്മളെ വലിയ ജീരകം ഉണ്ടല്ലോ, അതൊക്കെ പാടെ ഒന്ന് ആ നമ്മളെ ജാറിലിട്ട് ഒന്ന് കുത്തി ഇതാക്കിയിട്ടുണ്ട്. കുഞ്ഞ ഒരു അമ്മിക്കുട്ടിയാണ് അമ്മക്കുള്ളത്. അതൊന്ന് നല്ല ഒന്ന് കുത്തിച്ചതച്ചിട്ടാണ് മഞ്ഞൾ, മുളക്, ഇത്തിരി മല്ലിപ്പൊടി വേണമെങ്കിൽ ഇടാം കേട്ടോ. പിന്നെ ഇതാക്കണം ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. സാധാരണ മീനൊക്കെ പൊരിക്കണ മാതിരി തന്നെയാണ് നമ്മൾ പൊരിക്കുന്നത്. വലിയ മാറ്റങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ വല്ലാതെ അങ്ങോട്ട് പറയാതെ കേട്ടോ. പിന്നെ കരുവേപ്പിൻ്റെ ഇല ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇട്ടതും ഇല്ല കേട്ടോ. പിന്നെ മുളച്ച് വരുന്നുള്ളൂ. അതിമന്ന് പൊട്ടിക്കാൻ എൻ്റെ കൈ അനുവദിക്കണമില്ല. കൈയും അനുവദിക്കില്ല, മനസ്സും അത് അനുവദിക്കില്ല. അതങ്ങോട്ട് മുളച്ച് പൊന്തിക്കോട്ടെ എന്നാണ് പറയുന്നത്. അങ്ങനെ ഇതാക്കണം. ആ മസാലയും കാര്യങ്ങളൊക്കെ ഒന്നും പുരട്ടി വെച്ചിട്ട് ആ മീൻ കുറച്ച് നേരം ഒന്നും നിൽക്കണമല്ലോ, എന്നാലാണല്ലോ അതിൻ്റെ ടേസ്റ്റ് ഒന്നും അറിയാം. അപ്പോൾ വേഗം ഒന്ന് കുഴച്ച് മറിച്ചങ്ങോട്ട് എടുക്കട്ടെ കേട്ടോ. ഈ ഒരു മീനാണെങ്കിൽ പെരും മുള്ളുണ്ട്. അതിൻ്റെ ആ 2 സൈഡിലും അപ്പുറം ഇപ്പുറമൊക്കെ ഭയങ്കര മുള്ളാണ്. അപ്പോൾ ഇതാക്കണം. ആ മസാലയ്ക്ക് ഞാൻ കുറച്ച് വിനാഗിരി ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇത്തിരി പച്ചവെള്ളം പറഞ്ഞു കൊടുത്തിരിക്കുന്നു കേട്ടോ. എന്നാലാണ് ആ മസാല ഒന്ന് ആ ഉപ്പൊക്കെ ഒന്ന് നല്ല പോലെ ഒന്ന് ഇതായി കിട്ടുള്ളൂ അല്ലേ. അപ്പോൾ നല്ല പോലെ ഇതായി കിട്ടി കഴിഞ്ഞിട്ടാണ് നമ്മളെ മീനൊക്കെ ഇട്ടിട്ട്, മീനാണെങ്കിൽ ഒന്ന് 3 കഷ്ണമാക്കി വെച്ചിരിക്കുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഇല്ലാതല്ല, അപ്പോൾ തികഞ്ഞിട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ചാൽ 3 കഷ്ണമാക്കിന് ഒരു മീനിനെ. ഇനി അതൊക്കെ പാടെ ഒന്ന് കുഴച്ച് മറിച്ചങ്ങോട്ട് എടുക്കട്ടെ കേട്ടോ. ഒന്ന് കുറച്ച് നേരം റെസ്റ്റ് ചെയ്ത് വെക്കാണ്ട്, എന്നാലാണ് ആ ഒരു മുളകും മല്ലിയും കാര്യങ്ങളും മഞ്ഞളൊക്കെ കണ്ട് ഇതിൽ പിടിക്കുള്ളൂ. അപ്പോൾ ഈ മീനിൽ മുള്ളുണ്ടാക്കിയ നന്നാക്കിയപ്പോൾ തന്നെ ഒരു കുത്ത് നമ്മളെ കുത്തിയിരിക്കണം കേട്ടോ. അപ്പോൾ ആ ഒരു എങ്ങനെയൊക്കെയോ കാട്ടിയാണ്ട് ആ മുള്ളൊക്കെ എടുത്തിട്ടിരിക്കണം. എന്നാലും ഒരു പേടി, കൈയിട്ട് ഇങ്ങനെ കുഴച്ച് മറിച്ചെടുക്കുമ്പോൾ കയ്യുമ്പോൾ കുത്തുമോന്ന് അത് വിചാരിച്ചുകൊണ്ട് സ്പൂൺ വെച്ചിട്ട് നല്ല കുഴച്ച് മറിച്ചെടുക്കലാണ്. അല്ലെങ്കിലും പൊതുവേ അങ്ങനെയാണല്ലോ. നമ്മൾ ലാബിലൊക്കെ പോയാൽ നേരിട്ട് സൂചി കുത്തുമ്പോൾ എനിക്കൊരു പേടിയില്ല കേട്ടോ. പക്ഷേ ഈ ഷുഗർ ഉണ്ടോ നോക്കൂലേ, അത് നമ്മളെ കണ്ണിന് മുന്നിൽ വന്നിട്ട് ഒരൊറ്റ കുത്തൽ കുത്തുമ്പം അപ്പോൾ ഒരു പേടിയാണല്ലോ, ഭയങ്കര ഒരു പേടിയാണ് ഷുഗർ ഉണ്ടോ നോക്കണത്. കയ്യുമ്പന്ന് എടുക്കണേന് നമുക്ക് വിഷയമില്ല കേട്ടോ. അങ്ങനെ സൂചി കുത്തണമെന്ന് വലിയ പേടിയും കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ എന്നാലും ഈ ഷുഗർ ഉണ്ടോ നോക്കുമ്പോൾ ആ ഒരു കുത്തലുണ്ടല്ലോ, ആ ഒരു സൂചി കുത്തൽ ഭയങ്കര ഒരു പേടിയാണ്, ഒരു ബേജാറാണത്. അപ്പോൾ അങ്ങനെ മീനൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെച്ച് ഇനിയിപ്പോൾ പരിപാടി എന്താ, അപ്പോൾ കൂട്ടാൻ വന്നിക്കണെന്ന് പറഞ്ഞിട്ട് കുറേ നേരമായിട്ട് എന്നെ വിളിക്കുന്നത്. അപ്പോൾ ഒന്ന് ചെന്ന് കൊടുക്കട്ടെ എന്ന് വിചാരിച്ചു. അതാണ് ഈ വെള്ളം പറ്റി തുടങ്ങിയിരിക്കുന്നത് കേട്ടോ. വേഗം വേഗണമല്ലോ നമ്മളെ കറുത്തിയും അതേമാതിരിക്ക് തന്നെ നമ്മൾ മൂക്കാത്ത 2-3-4 വായക്കായി അല്ലിട്ട് അത് എപ്പോഴോ വെന്ത് നല്ല പോലെ ഉടഞ്ഞിക്കണം കേട്ടോ. എന്നിട്ട് ഞാൻ ആ ഒരു കയ്യിൽ വെച്ചിട്ട് ഒന്നും കൂടി അങ്ങോട്ട് ഉടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ആണെങ്കിൽ നല്ല കഷ്ണങ്ങളൊന്നും ഇങ്ങനെ കാണാൻ പറ്റൂല, എല്ലാതും ഇങ്ങനെ ഉടഞ്ഞ് പായസ പരുവായാണ് ഇവിടെ ഇഷ്ടം കേട്ടോ. ഇല്ലെങ്കിൽ ഒക്കെപ്പാടെ ചോറിൻ്റെ പ്ലേറ്റിൻ്റെ ആ ഒരു തുമ്പത്ത് കൂടെ പണ്ടൊക്കെ പാടം പൂട്ടി കഴിഞ്ഞാലുണ്ടല്ലോ ഈ ഒരു അതിൻ്റെ വരമ്പത്ത് കൂടെ കൊക്കുകൾ ഇങ്ങനെ നിൽക്കണം. അതേമാതിരിക്കേക്കാരം ഇവിടുത്തെ കഷ്ണങ്ങളൊക്കെ ഉണ്ട് ഈ ചോറും പ്ലേറ്റിൽ ഇങ്ങനെ കയറി ഇങ്ങനെ വന്ന് നിൽക്കും. അപ്പോൾ അതിനിങ്ങനെ മടിച്ചിട്ട് എടുത്തിടണ്ടല്ലോ എന്ന് മടിച്ചിട്ടാണ് ഒന്ന് ഉടച്ചു കൊടുക്കണത്. അതാവുമ്പോൾ സുഖമാണ്, അങ്ങനെ കൂട്ടിക്കുഴച്ചങ്ങോട്ട് തിന്നോളും മക്കൾ. ഒക്കെ ചെറിയ കുട്ടികളൊന്നും അല്ല കേട്ടോ, എൻ്റെ കുട്ടികളൊക്കെ വലിയ വലിയ കുട്ടികളാണ്. എന്നാലും ഇറ്റാളും ഇങ്ങനെ തന്നെയാട്ടോ. മക്കൾ 3 ആളും അങ്ങനെയാണ്, കഷ്ണങ്ങളൊന്നും വല്ലാതെ തിന്നാത്ത കൂട്ടത്തിലാണ്. അങ്ങനെ എന്താണ് കഷ്ണങ്ങളൊക്കെ ഒന്ന് ഉടച്ചു കൊടുത്ത് അവ ഒരു തേങ്ങ ഉണ്ടായിരുന്നു, അതും പൊട്ടിച്ച് അതിൻ്റെ വെള്ളം കുടിച്ച് സമാധാനം അയക്കണ്. ഇനിയിപ്പോൾ വേഗം തേങ്ങ അരച്ച് വാറ്റട്ടോ. തേങ്ങേൻ്റെ ശോഷണം മൂലം ഇവിടെ തേങ്ങ കറിയൊന്നും ഇങ്ങനെ ഉണ്ടാക്കില്ല. തേങ്ങ അരച്ച കറിയൊക്കെ ഞാൻ ചുരുക്കമാണ് ഉണ്ടാക്കൽ. ഒന്നാമതിക്ക് തേങ്ങ അരച്ച കറീനോട് വലിയ കമ്പല്ല കേട്ടോ, വലിയ ഇഷ്ടമല്ല കേട്ടോ അതിന് തിന്നാനായിട്ട്. എനിക്ക് എപ്പോഴും ഇങ്ങനെ വെള്ളം പോലെ ഇങ്ങനെ നിന്നിട്ട് നല്ല ഉസാറായിട്ടുള്ളൊരു കറിയാണ് ഇഷ്ടം. മൂപ്പർക്ക് നല്ല ഇഷ്ടമാണ് തേങ്ങ അരച്ച കറികളൊക്കെ ഇഷ്ടമാണ്. എനിക്ക് ഉണ്ടാക്കി കൊടുക്കാനാണ് ഇഷ്ടമില്ലാത്തത്. ഏതായാലും ഇന്നത്തെ കറിയിൽ ഞാൻ തേങ്ങ അരച്ച് കുറച്ച് വലിയ കറി തന്നെ ആക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഏതായാലും റബ്ബർ ബാൻഡ് പോലെ കുറച്ച് നീളിപ്പിക്കണം എന്നാണ് വിചാരിച്ചിട്ട്. വൈകുന്നേരം വരെ കറി നിൽക്കണമല്ലോ. അപ്പോൾ ഞാൻ തേങ്ങയൊക്കെ അത് അരച്ച് കൊണ്ടുവന്ന് പറന്നിക്കണം. ചെറിയ ജീരകം ഒരു ചെറിയൊരു വെളുത്തുള്ളിയും കൂടി ഇട്ടിക്കണം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഫൈനായിട്ട് അരച്ചിട്ട് ഇതിൽ പറന്ന് കൊടുത്തിക്കണ്. അപ്പോൾ ഒരു കൂട്ടാൻ്റെ പരിവഹിക്കണമല്ലോ അല്ലേ. കറി വിട്ടിട്ട് ഒരു കൂട്ടാൻ്റെ പരിവഹി നല്ല തിക്കുണ്ട് കേട്ടോ. നമുക്കിതാ ഇത്ര തിക്ക് വേണ്ട കേട്ടോ. ഇത്ര തിക്കാണെങ്കിൽ നമുക്ക് വൈകുന്നേരത്തേക്ക് കറി ഉണ്ടാവില്ല. അപ്പോൾ ഒരു ഇത്തിരി വെള്ളം കൂടി പറന്നിട്ട് കുറച്ചാണ് നീട്ടി വലിച്ചിടുക അല്ലേ, എന്നാലാണ് കറി ഉണ്ടാക്കുകയുള്ളൂ, തികയുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ പിന്നെ വൈകുന്നേരത്തിന് ഞാൻ വേറൊരു ചാറും കൂടി ഉണ്ടാക്കണം. അതിന് ആകൂല വിചാരിച്ചിട്ട് കുറച്ച് തോന വെള്ളം തന്നെയാണ് പറന്നിക്കുന്നത് കേട്ടോ. എന്നിട്ട് കുറച്ച് നേരം നിൽക്കുമ്പോൾ അത് നല്ല തിക്കാകുമല്ലോ. അപ്പോൾ വെള്ളം പറന്ന് ഏതായാലും ഇത് ഭാരതപ്പുഴ അയക്കണില്ലേ. ഏതായാലും കുറച്ച് നേരം കൂടി ഒന്ന് വെട്ടി തിളപ്പിച്ച് അങ്ങോട്ട് വെക്കട്ടെ അതിനെ.
അങ്ങനെ ഇതാക്കണം കുറച്ചങ്ങോട്ട് വറ്റി വന്നപ്പോൾ വേഗം ഒന്ന് തൂമിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടോ. നല്ല മഞ്ഞ കളറുണ്ടോ? ഇല്ലല്ലേ, അങ്ങനെ വലിയ മഞ്ഞ കളറും കാര്യങ്ങളും ഒന്നുമില്ല. ഏതായാലും മൂപ്പരാഗ്രഹമല്ല ഇന്ന് മഞ്ഞക്കൂട്ടാൻ ഉണ്ടാക്കണമെന്ന്. അപ്പോൾ മഞ്ഞക്കൂട്ടാൻ തന്നെ ഉണ്ടാക്കിയിരിക്കണം കേട്ടോ. ഇത്തിരി മോരും കൂടിയും പറഞ്ഞെങ്കിൽ മോരുകറി എന്ന് തന്നെ പറയുന്നതിനെ. കടുകും ഉലുവയും കറിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ടാണ്ട് നല്ല ഉസാറായിട്ടൊന്ന് വറവും കൂടി ഇട്ട് ഇനിയിപ്പോൾ അങ്ങോട്ട് മീൻ പൊരിച്ചെടുക്കല്ലേ. അപ്പോൾ മീൻ പൊരിച്ചെടുക്കണത് ഈ ഒരു ചട്ടിയിലാണ്. ഇത് അമ്മ കൊണ്ടുവന്ന ഹോട്ടലിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പോൾ പഴയതൊക്കെ ഉണ്ടാകുമ്പോൾ വലിയ കേടൊന്നും ഇല്ലാത്തത് കൊണ്ടുവരും കേട്ടോ. ഞങ്ങൾക്ക് രണ്ടാക്കും കൂടി തരും. അപ്പോൾ ഞാനങ്ങനെ കൊണ്ടുവന്നതാണ് ഈ ഒരു മീൻ പൊരിക്കണ ചട്ടി കേട്ടോ. ഹോട്ടലിൽ ഒഴിവാക്കിയിട്ടതാണത്. അപ്പോൾ അവർക്ക് കുറച്ചും കൂടി വലിയ ചട്ടിയൊക്കെ വാങ്ങുമ്പോൾ അങ്ങനെ ഒഴിവാക്കിയിരുന്നതാണ്. അപ്പോൾ നല്ല ഒരു ചട്ടിയാണ്, നല്ല ഇരുമ്പിൻ്റെ ചട്ടിയാണ്, കുറച്ച് കനമൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഈ ഒരു ഇരുമ്പിൻ്റെ ചട്ടിയിൽ ഉണ്ടാക്കിയാൽ എന്തും നല്ല രസമാണെന്ന് പറയുന്നത് കേൾക്കുന്നുണ്ട്. പിന്നെ അതാ ഈ ഒരു മറച്ചറിൻ്റെ ഒരു ചട്ടുക ഉണ്ടല്ലോ, അത് ഭയങ്കര ഒരു ഗതികെട്ടൊരു പരിപാടി കേട്ടോ. ഞാനിങ്ങനെ ചട്ടുകം കൊണ്ടല്ല മറച്ചിടല്. ഇപ്പോൾ വീഡിയോ എടുക്കാൻ മാത്രം ഞാൻ ചട്ടുക എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ കയ്യിലിൻ്റെ കണ കൊണ്ടാണ് കേട്ടോ മറച്ചിടല്. അപ്പോൾ മീനും ഒക്കെ ഞാൻ കയ്യിലിൻ്റെ കണ വെച്ചിട്ട് തന്നെയാണ് മറച്ചിടല്. അപ്പോൾ ഓരോരുത്തരും ഇങ്ങനെ ചീത്ത അറിയും കേട്ടോ, അങ്ങനെ വെക്കരുത്, എന്തോ കുഴപ്പമുണ്ടെന്ന് പറയുന്നേക്കാം. അത് നമുക്ക് അറിയും ചെയ്യാം, അങ്ങനെ ഈ കയ്യിലിൻ്റെ കണ വെച്ചിട്ട് മറിച്ചിട്ട് എന്തോ ഒരു കുഴപ്പമുണ്ട് എന്നുള്ളത്. അപ്പോൾ കത്തിയോണ്ട് മറിച്ചിട്ട് അതങ്ങനെ ഒരു ചേലായി വന്നതാണ് കേട്ടോ. ഒക്കെ മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് ഞാൻ, ഇങ്ങനെ ചട്ടുകൊക്കെ വെച്ചിട്ട് ഇങ്ങനെ അപ്പമൊക്കെ മറിച്ചിടാൻ, മീനൊക്കെ മറിച്ചിടാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. ഇങ്ങനെ പഠിച്ചുകൊണ്ട് നിൽക്കണം അതിനെ പറ്റിയിട്ടോ. അപ്പോൾ ചില കാര്യങ്ങൾ അങ്ങനെയുള്ള നമുക്ക് ഇങ്ങനെ എയിമായി വന്നാൽ അതുമ്പോൾ തന്നെ പിടിച്ച് തൂങ്ങാനാ തോന്നുള്ളൂ അല്ലേ. അപ്പോൾ അതിൻ്റെ സ്ഥാനത്ത് വേറെ എന്ത് വന്നാലും ആ ഒരു സുഖം ഉണ്ടാവില്ലല്ലേ, ആ ഒരു എന്ത് പണിയെടുത്താലും ആ ഒരു സുഖം ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ പറയണതും നമുക്ക് മാനിക്കണമല്ലേ. ഇപ്പം നിങ്ങളാണ് എന്നെ നയിച്ചു കൊണ്ട് നിൽക്കണം. അപ്പോൾ നിങ്ങൾ പറയണതും കുറേയൊക്കെ നമ്മൾ മാനിക്കുന്നുണ്ട്. അപ്പോൾ മീൻ ഇങ്ങനെ പൊരിഞ്ഞ് നോക്കണ ഇടയിൽ ഞാൻ വെയ്തനൊക്കെ ഒന്ന് തുടച്ചിടട്ടെ എന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ അതിനായിട്ട് വേറെ സമയം കണ്ടെത്തണ്ടല്ലോ. അത് ഒപ്പത്തിനൊപ്പം ഓരോരോ പണികൾ എടുത്താൽ അടുക്കളയിൽ നിൽക്കുമ്പോൾ തന്നെ പല പണികളുണ്ടാവില്ലേ, അതൊക്കെ ഇടക്കും തലക്കും അങ്ങനെ എടുത്താൽ മതിയിട്ട്. അപ്പോൾ വേഗം തീർത്തിട്ട് ഒരു സമാധാനത്തോടു കൂടി കുത്തിരിക്കാമല്ലോ. അങ്ങനെ എന്താ വീതനെ തുടക്കണ ഒരു ഭയങ്കര പണിയിലാണ്. ഇന്നെ നോക്കണ്ട കേട്ടോ, ഞാൻ ആകെപ്പാടെ ചീഞ്ഞ് നാറിയിക്കണം. ആകെപ്പാടെ പാത്രം കഴുകലിൻ്റെ വെള്ളവും തുടക്കലും അടിക്കലും ഒക്കെ ആയിട്ട് പെരും പണിയല്ലേ. ഇനിയിപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഉഷാറായിട്ടൊരു കുളിയാണ് കുളിച്ചാണ്ടല്ലോ, അത് പിന്നെ വലിയൊരു സമാധാനമാണ്. തലയിൽ ഞാൻ രാവിലെ പല്ലേച്ച് കഴിഞ്ഞപ്പോൾ തന്നെ കുളിക്കാമല്ലോ എന്ന് വെച്ചിട്ട് എണ്ണക്കെട്ട് ഇങ്ങനെ നിർത്തിയതാട്ടോ. ഇനി നീരിറക്കം വന്നിട്ട് ചെവിവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമോ എന്നറിയില്ല. ഏതായാലും മീനൊക്കെ പൊരിച്ചിട്ട് ഇനി സമാധാനത്തിലാണ് കുളിക്കട്ടെ കേട്ടോ. ഇനിയിപ്പോൾ ഇങ്ങനെ ചുമരുമ്മ ചാരി നിൽക്കാനുള്ള നേരമല്ല, വേഗം പോയിട്ടൊന്ന് കുളിക്കട്ടെ. അപ്പോൾ എന്തോ ഒരു സമാധാനമല്ലേ, അടുക്കളയൊക്കെ ഇങ്ങനെ വൃത്തിയായിട്ട് ഇങ്ങനെ കണ്ടപ്പോൾ തന്നെ എന്തോ ഒരു സമാധാനമുണ്ട്. ചോറും കൂട്ടാനുമായി, മീൻ പൊരിച്ചു, പാത്രമൊക്കെ കഴുകി അടിച്ചു വാരി തുടച്ചിട്ട് ഇനി ഒരു കുളി അങ്ങോട്ട് പാസ്സാക്കട്ടെ കേട്ടോ. അപ്പോൾ കുറേ കാലം കൂടിയിട്ടേക്കാരും ഇങ്ങനെ ഒരു ഉച്ചക്കത്തെ ഒരു കുളി കുളിക്കുന്നത്. അപ്പോൾ നട്ട വെയിലും ഉണ്ട്. ഏതായാലും ഒരു ബക്കറ്റ് തീരുമാനമുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഈ ഒരു കല്ലുമ്മലിട്ടാണ്ട് ഒന്ന് അടിച്ച് കുത്തി തിരുമ്പി അങ്ങോട്ട് എടുക്കട്ടെ. കുളിയും കൂടി പാസ്സാക്കി ചോറും കൂടി തിന്നാണ്ടല്ലോ അവിടെ കടക്കായിട്ടോ. വെട്ടിയിട്ട വായൻ്റെ കണ്ടു പോലെ കേൾക്കാരം കടത്തം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര തന്നെ ഉള്ളൂ. വേഗം സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളിട്ടോ. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് കൂടി ചെയ്തോളി. ബൈ.